വളരെ ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ സ്വർണം, വെള്ളി, നമ്മെ സംബന്ധിച്ചിടത്തോളം സ്വർണവും വെള്ളിയും ഇങ്ങനെ ഉരുപ്പടിയായി വീടുകളിൽ ഇങ്ങനെ കൂട്ടിവെക്കുന്നൊരു പതിവ് ഉള്ളവരുണ്ടെങ്കിൽ അവർക്കും, അല്ലാത്തത് അധിക വീടുകളിലും ഉണ്ടാവുക സ്വർണം ആഭരണമായി പരിവർത്തിപ്പിച്ച് മാറ്റിയെടുത്തിട്ടുള്ള സ്വർണമായിരിക്കും. സ്വർണത്തിന്റെ സക്കാത്ത് എത്ര? 85 ഗ്രാം. 85 ഗ്രാം പൊന്നുണ്ടെങ്കിൽ അഥവാ 10.5 പവനുണ്ടെങ്കിൽ സക്കാത്ത് നിർബന്ധമാണ്. സൂക്ഷ്മതയ്ക്ക് വേണ്ടി ചില പണ്ഡിതന്മാർ പറയുന്നത് 595 ഗ്രാം വെള്ളിക്ക് തുല്യമായ പൊന്നുണ്ടെങ്കിലും സക്കാത്ത് കൊടുക്കുകയാണ് വേണ്ടത് എന്നാണ്. ആ നിലക്ക് എന്തായിരുന്നാലും നമ്മൾ ഒഴിവാകുന്നില്ല. ആഭരണത്തിന്റെ സക്കാത്ത് ഉണ്ടോ ഇല്ലേ പണ്ട് കാലത്തെ തർക്കമുള്ളൊരു വിഷയമാണ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കുക, ആഭരണത്തിന്റെ സക്കാത്ത് ഉണ്ട് എന്നതാണ് പ്രമാണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഉപയോഗിക്കുന്നതാണെങ്കിലും അല്ലെങ്കിലും എത്രയുണ്ട് എന്ന് കൃത്യമായി കണക്ക് നോക്കണം. ആരാണ് സമ്പത്തിന്റെ ഉടമ? അവരാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. അവിടെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ സൂചിപ്പിച്ച ഒരു കാര്യത്തിന്റെ പ്രശ്നം വരുന്നത്. ആരാ ഉടമ? ആരാണ് ഉടമ? സക്കാത്തിന്റെ പ്രശ്നം വരുമ്പോ പുതിയാപ്പിള പറയും അത് അവളുടേതാണ്. അവളുടേത് എന്ന നിലക്ക് അവൾ അതിൽ തിരിമറി നടത്താൻ ഉദ്ദേശിക്കുമ്പോൾ പുതിയാപ്പിള പറയും അതെന്റേതാണ്. അതുകൊണ്ട് അതൊക്കെ ആലോചിക്കുക. ആരാണോ ഉടമ എന്ന് തീരുമാനിച്ചോളൂ. ആരാ പൊന്നിന്റെ ഉടമ? അവൾ സക്കാത്ത് കൊടുക്കണം. അവര് സക്കാത്ത് കൊടുക്കണം. 10.5 പവന് 11 പവനാണുള്ളതെങ്കിൽ എല്ലാ പ്രാവശ്യവും ആളുകൾ ചോദിക്കുന്ന ഒരു സംശയമാണ്, അരപ്പവന് കൊടുത്താൽ പോരേ? 11 ആളുകൾ, അതിന് അരപ്പവന് കൊടുത്താൽ പോരെ? പോരാ, 11 കൊടുക്കണം. 11 കൊടുക്കണം. 100 പവനുണ്ടെങ്കിൽ 2.5 പവൻ നമ്മുടേതല്ല. 100, 200, 500 പവനാണിപ്പോ. എത്രയാണ് കണക്കില്ല. പെണ്ണിനെ അറിയില്ല എത്രയോൾക്കുള്ള ബാപ്പ കൊടുത്തു. കുറെ ലോക്കറിലും, കുറെ ഉള്ള അരയിലും, കുറെ കഴുത്തിലും, കുറെ കാതിലും, കുറെ കൈത്തണ്ടയിലും, അവിടെ നിന്നിട്ട് വലിച്ചു കെട്ടി, ഇവിടെ നിന്നിട്ട് വലിച്ചു കെട്ടി, കുറെ വട്ടത്തിൽ കെട്ടി, എങ്ങനെയൊക്കെയോ ഉണ്ട്. ചിലപ്പോ കല്യാണത്തിന്റെ അന്ന് മാത്രം ആളുകളുടെ മുമ്പിൽ പ്രദർശന വസ്തുവായിട്ട് നിൽക്കുമ്പോൾ മാത്രമാണ് പിന്നെ അതിന്റെ ഊരിയച്ചതാണ്. പിന്നെ അറിഞ്ഞില്ല എത്ര എന്താണ്. അതൊക്കെ ഞാനങ്ങനെ കൊടുക്കലുണ്ട്. കൊടുത്താൽ പോരാ, കൃത്യം നോക്കണം, കണക്ക് നോക്കണം. എത്ര ഉണ്ട് എന്ന് നോക്കണം. സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് ഒരു സ്ത്രീ ഒരു മോളയും കൊണ്ട് വരാണ്. കയ്യിൽ നല്ല പതക്കം, നല്ല വളകൾ. താൻ റസൂൽ ഉമ്മനോട് ചോദിച്ചു, ഇതിന്റെ സക്കാത്ത് കൊടുത്തിട്ടുണ്ടോ? ഇല്ലാന്ന് പറഞ്ഞപ്പോ എന്താ മറുപടി പറഞ്ഞതെന്നറിയോ? തീ കൊണ്ടുണ്ടാക്കിയ 2 സിവാറുകൾ, നരകാഗ്നിയിൽ ഇട്ടുകൊണ്ടുണ്ടാക്കിയിട്ടുള്ള 2 വളകൾ കയ്യിൽ ധരിപ്പിക്കുന്നതിനെ ഇഷ്ടപ്പെടുമോ? കൊടുക്കണം എന്നാ പറഞ്ഞു. കൊടുക്കണം. ഞാനതിന്റെ ഹദീസിന്റെ ടെക്സ്റ്റുകൾ വായിക്കുന്നില്ല, സമയത്തിന്റെ പരിമിതി, സൂചനകൾ കൊണ്ട് മതിയാക്കുക. സഹോദരന്മാരെ, വളരെ ഗൗരവത്തോടുകൂടി ആലോചിച്ചോളും. എപ്പോഴും നമ്മൾ പറയാറില്ലേ, ആർക്ക് വേണ്ടിയാണ് ഈ സക്കാത്ത് കൊടുക്കാതെ കൂട്ടിവെക്കുന്നത്? ആര് ന്യായീകരിക്കും നിങ്ങളുടെ സക്കാത്തിന്റെ വിഷയത്തിൽ? നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുടെ ഖബറിലെത്തുമോ? പരലോകത്തെത്തുമോ? ഇല്ല. അവിടെ ഭർത്താവിന് ഭാര്യയെയും വേണ്ട, ഭാര്യയ്ക്ക് ഭർത്താവിനെയും വേണ്ട, ബാപ്പാക്ക് മക്കളെയും വേണ്ട, മക്കൾക്ക് ബാപ്പയെയും വേണ്ട, ആങ്ങളക്ക് പെങ്ങളെയും വേണ്ട, പെങ്ങൾക്ക് ആങ്ങളെയും വേണ്ട. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വഉമ്മിഹി വഅബീഹി വസാഹിബതിഹി വബനീഹി ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമഇദിൻ ശഅനുൻ യുഗ്നീഹി. മനുഷ്യൻ അവന്റെ സഹോദരനിൽ നിന്ന് ഓടിയകലുന്ന ദിവസം, മാതാപിതാക്കളിൽ നിന്ന് ഓടിയകലുന്ന ദിവസം, ഇണയിൽ നിന്ന് ഓടിപ്പോകുന്ന ദിവസം, ആർക്കും ഒരാളെയും വേണ്ട. എന്റെ അടുത്തേക്ക് എന്റെ ഭാര്യ വരുമ്പോൾ ഞാൻ ഓടുകയാണ്, എന്റെ അടുത്തേക്ക് എന്റെ ഭർത്താവ് വരുമ്പോൾ ഞാൻ ഓടുകയാണ്. എനിക്ക് നിങ്ങളെ കാണണ്ട, എനിക്ക് നിങ്ങൾ ഒന്നും പറയണ്ട, എന്നോടൊന്നും പറയണ്ട. കാരണം എനിക്ക് തന്നെ എന്റെ വിഷയം തീരാത്തത്രയുണ്ട്. ലികുല്ലിൻ അവരിൽ നിന്നുള്ള എല്ലാ ഓരോ മനുഷ്യനുമുണ്ട് യൗമഇദിന്നത്തെ ദിവസം അവന് തന്നെ താവുന്നതിലും അപ്പുറം ബാധ്യതയും കാര്യവും അവന് തന്നെയുണ്ടോ. അതുകൊണ്ട് ഇവിടെ ഒരാൾക്കും വേണ്ടി ആരും ബാക്കി വെക്കണ്ട.
പിന്നെ മരിച്ചോമ്മ കൊണ്ടുപോകും. എത്ര പൊന്നുണ്ട്, ഒരുപാട് ഉമ്മട്ട പൊന്നല്ലേ, എന്റെ പെണ്ണുങ്ങളിട്ട പൊന്നല്ലേ എന്ന് വിചാരിച്ചിട്ടോളം മയ്യത്ത് കുളിപ്പിക്കുമ്പോ ഒരു മിന്നി പൊന്നു പോലും അവിടെ കയ്യുമ്പോഴും കാതിലൊന്നും വെക്കൂല, വെട്ടിയെടുക്കും മയ്യത്ത് കുളിപ്പിക്കുന്ന ആള്. ഓ സഹോദരി, മയ്യത്ത് കുളിപ്പിക്കുന്ന സഹോദരി എന്ത് ചെയ്യും? നിങ്ങളുടെ ചേർത്ത ശരീരത്തിൽ നിന്ന് കിട്ടുന്നില്ലെങ്കിൽ കത്രിക കൊണ്ട് വെട്ടിമുറിച്ചിട്ടല്ലാതെ നിങ്ങളുടെ ബോഡി കുളിപ്പിച്ച് കഫൻ ചെയ്ത് കബറിലോട്ട് കൊണ്ടുപോകില്ല. ഒരു ഗ്രാമിന്റെ പോലും ഒരു പണത്തൂക്കം പൊന്നുപോലും ശരീരത്തിൽ വെച്ചിട്ട് ഇത്രകാലം ആശയോടെ കൊണ്ടു നടന്നതല്ലേ, കൊണ്ടുപോയിക്കോട്ടെ കബറിലേക്കെന്ന് നിങ്ങളുടെ മകളോ നിങ്ങളെ കുളിപ്പിക്കുന്ന ഒരാളും തന്നെയും അത് ബാക്കി വെക്കാതെ മുഴുവനും മറത്ത് മാറ്റിക്കൊണ്ടുവരും. പിന്നാരിക്കായി ബാക്കിച്ച് ഇതിനാണ് പരലോകത്ത് പൊട്ടുവഴിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ മുഖത്തും നിങ്ങളുടെ ശരീരഭാഗങ്ങളിലും പൊട്ടുപൊള്ളിക്കുമെന്ന് വരുമ്പോ ഒരു തിരിച്ചു വരവഞ്ഞ് ചാൻസില്ലാത്ത ലോകത്തെത്തിയിട്ട് ശിക്ഷ കിട്ടിയിട്ട് അവിടെ വെച്ച് വെപ്രാളപ്പെട്ട് ബേജാറായിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഓ സഹോദരന്മാരെ, സമ്പത്തിന്റെ ഉടമയാരാണോ സ്വർണമുള്ള പെണ്ണിന്റെയും ആ പെണ്ണിന്റെ കൈകാര്യാധികാരമുള്ള ഭർത്താക്കന്മാരും അവരൊക്കെയും ശ്രദ്ധിച്ചോളണം. ഇത്ര കാലമായിട്ട് അതിന്റെ ഗൗരവം എനിക്ക് മനസ്സിലായിട്ടില്ലെന്നാണോ വാദമെങ്കിൽ എത്ര കൊല്ലമായി പൊന്ന് നിങ്ങളുടെ അധീനതയിൽ വന്നിട്ടെന്ന് കണക്ക് നോക്കിയിട്ട് 10 കൊല്ലം കൊടുത്തിട്ടില്ലെങ്കിലും 10 കൊല്ലത്തെയും കണക്ക് നോക്കി കൊടുക്കാതെ റബ്ബിന്റെ കോടതിയിൽ രക്ഷപ്പെടൂല. അത് വളരെ ഗൗരവത്തോടെ നമ്മൾ ഉൾക്കൊള്ളണം. അങ്ങനെ കൃത്യമായിട്ട് അത് കൊടുക്കണം. കൃത്യമായി 100 പവനുണ്ടെങ്കിൽ 2.5 പവൻ സക്കാത്ത് കൊടുക്കണം. എല്ലാ കൊല്ലവും കൊടുക്കണം. അങ്ങനെ ശുദ്ധീകരിച്ച മുതലല്ലേ 97.5 അടുത്ത കൊല്ലം നീ കൊടുക്കണ്ടല്ലോ, കൊടുക്കണം. 97.5 ബാക്കിയായത് അടുത്ത കൊല്ലം ആ 97യുടെ 2.5% കൊടുക്കണം, 2.5% കൊടുക്കണം. അപ്പൊ പിന്നെയും പോയി ഇത് 95 എന്നാ 95 കൊടുത്തോ. ഇങ്ങനെ കൊടുക്കണം. ചിലതൊക്കെ പറഞ്ഞു ശുദ്ധീകരിച്ച മുതലാ ക്ലീനല്ല, ഇനി എന്താതൊന്ന് ശുദ്ധീകരിക്കാറുള്ളു, കൊല്ലം തകയുമ്പോ ശുദ്ധീകരിച്ചോളണം. ഇസ്ലാം പറയും. അതുകൊണ്ട് അതെല്ലാവരും ഗൗരവത്തോടെ ഓർത്തോളി. കൃത്യമായി ഇതുവരെ കൊടുത്തോ കൊടുത്തില്ലേ വളരെ കൃത്യമായ കണക്കെല്ലാവരും നോക്കിക്കോളി. എന്നിട്ട് നമ്മൾ സക്കാത്ത് കൊടുക്കണം. അങ്ങനെ നമ്മുടെ പൊന്നിന്റെ സക്കാത്ത് വെള്ളിയുണ്ടോ, വെള്ളിയുണ്ടാവും, വെള്ളിയുടെ അരഞ്ഞാണൊക്കെ കിട്ടും പെണ്ണുങ്ങൾ.